പ്രകാശത്തെ പോലും വിഴുങ്ങുന്ന അതിഭയങ്കരന്മാരായ കറുത്ത രാക്ഷസന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയൂ? അവരുടെ മുന്നിൽ നമ്മുടെ സമയം പോലും ഗതി മാറും. ഹലോ ഗൈസ്, ഞാൻ ശ്രീഹരി. നമ്മുടെ 20 ഡേയ്സ് 20 ഡിഫറൻറ്റ് സയൻസ് ഡേ 2ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ഹോളിന്റെ നിഗൂഢമായ അരഹസ്യത്തെ കുറിച്ചാണ്. ഇന്നും സയൻസ് ലോകം വളരെ ഞെട്ടലോടെ നോക്കുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഹോൾ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കാം. അതായത് ഈ ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ബ്ലാക്ക് ഹോളിന്റെ ജനനം എന്ന് പറയുന്ന ഒരു സ്റ്റാറിന്റെ മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൂര്യന്റെ അല്ല കേട്ടോ, നമ്മുടെ സൂര്യനേക്കാളും 10-20 മാസം കൂടിയ, അതായത് ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് തിരുവാതിര നക്ഷത്രം എടുക്കാം. അപ്പം തിരുവാതിര നക്ഷത്രത്തെ പോലുള്ള ഒരു സ്റ്റാറിന്റെ മരണത്തോടെയാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഈ തിരുവാതിര നക്ഷത്രത്തിന്റെ ഫ്യൂല് തീരുമ്പോൾ അത് അതിന്റെ തന്നെ ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെ ഉള്ളിൽ അകപ്പെട്ട് അത് ഒരു സ്ഫോടനത്തിന് കാരണമാവും. ആ സ്ഫോടനത്തിന് സൂപ്പർനോവ എന്നാണ് പറയുന്നത്. ആ സ്ഫോടനത്തിന് ശേഷം ബാക്കി ഉണ്ടാകുന്ന ഇത് വെച്ചാണ് ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. ഈ ബ്ലാക്ക് ഹോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പ്രകാശം കടന്നു കഴിഞ്ഞാൽ പ്രകാശം പോലും തിരിച്ചു വരില്ല. ഈ യൂണിവേഴ്സിലെ ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടിയ വസ്തുക്കളിൽ ഒന്നാണ് പ്രകാശം. അതായത് 3×10⁸. അത്രയും സ്പീഡുള്ള ഈ പ്രകാശം പോലും ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പോയാൽ തിരിച്ചു വരാൻ സാധിക്കുകയില്ല. ഈ ബ്ലാക്ക് ഹോളിന്റെ വേറെ രസകരമായ ഒരു കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ തലയിലെ വെയിറ്റ് കാലിലേക്ക് ചെല്ലുകയും കാലിലെ വെയിറ്റ് തലയിലേക്ക് ചെല്ലുന്ന പോലെ അനുഭവപ്പെടും. അങ്ങനെ ഒരു 10-200 കിലോ നമ്മുടെ മേത്ത് വന്ന് നമ്മളൊരു ന്യൂഡിൽസ് പോലെ വലിച്ചിടും. സ്പഗഡി, അതിനെയാണ് സ്പഗഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ബ്ലാക്ക് ഹോളിന്റെ മുന്നിൽ നമ്മുടെ ടൈം വരെ, അതായത് ടൈം ഡൈലൂഷൻ വരെ സംഭവിക്കും. നമ്മുടെ ന്യൂട്ടന്റെ നിയമങ്ങൾ വരെ ബ്ലാക്ക് ഹോളിന്റെ മുന്നിൽ ഒന്നുമില്ല. അതായത് ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓഫ് മോഷൻ ഓഫ് ലോസ് വരെ ഇതിന്റെ മുന്നിൽ ഒന്നുമില്ല. ബ്ലാക്ക് ഹോളിനുള്ളിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു പ്രത്യേക ഏരിയയുടെ ഉള്ളിലാണ്. അതിനെ പറയുന്ന പേരാണ് ഇവന്റ് ഹൊറൈസൺ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ ഇവന്റ് ഹൊറൈസന്റെ അടുത്ത് ഒരു മണിക്കൂർ നിൽക്കുക, എന്നിട്ട് ഞാൻ തിരിച്ച് എർത്തിൽ പോയി. എർത്തിൽ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ പല വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. കാരണം അതിന് സംഭവിക്കുന്ന ഒരു ടൈം ഡയറക്ഷൻ കാരണമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കറുത്ത രാക്ഷസത്തിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വേറെ കാര്യം പറട്ടെ, ഇതുപോലെ തന്നെ ഒരു നിഗൂഢമായ ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് കയറിയ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അതായത് 0°C താഴെ അത്രയും തണുപ്പുള്ള സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എങ്കിൽ വീഡിയോ ഡേ